ഹയോൾ നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെയാണ് രണ്ട് സർക്കിളുകൾ ഇൻ്റർസെക്റ്റ് ചെയ്താൽ ആ ഇൻ്റർസെക്ഷൻ ഭാഗം മാത്രം നമുക്ക് എങ്ങനെ കളർ ഫിൽ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ അതിന് ഇവിടെ കുറച്ച് സർക്കിൾ ഉണ്ടാക്കുന്നു. 2, 3, 4 എത്ര സർക്കിളാണെങ്കിലും നമ്മളിവിടെ കാണിക്കുന്ന ഐഡിയ ഉപയോഗിച്ചാൽ മതി. സർക്കിൾ ടൂൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് സർക്കിൾ സെൻറ്റർ ആൻഡ് റേഡിയസ് എന്ന ടൂളാണ്. ഇത് ഉപയോഗിക്കാം, തൽക്കാലം ഇത് ഉപയോഗിക്കുന്നു. ഇവിടെ ഈ ഒരു ഒറിജിനൽ ക്ലിക്ക് ചെയ്യുന്നു. ഞാനിവിടെ ഒരു 2.5 കൊടുക്കുന്നു റേഡിയസ് ആയിട്ട്. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഈ ഒരു ഭാഗത്ത്. അവിടെയും ഞാൻ 2.5 കൊടുക്കുകയാണ്. കുറച്ച് സർക്കിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, 2.5 കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, 2.5 കൊടുക്കുന്നു. ഇപ്പോൾ കുറേ സർക്കിളുകളോട് ഇൻ്റർസെക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പരസ്പരം മീറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഞാനിവിടെ ഒരു സർക്കിൾ വരച്ച് അതിന് ചുറ്റും 4 സർക്കിൾ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നോക്കിയാൽ കാണാം നിങ്ങൾക്ക്. ഈ ഭാഗം കണ്ടോ? ഈ ഭാഗം 2 സർക്കിൾ ഇൻ്റർസെക്റ്റ് ചെയ്ത ഭാഗമാണ്. ഇവിടെ മാത്രം എങ്ങനെ നമ്മൾ കളർ കൊടുക്കാം, അതിനുള്ള ഐഡിയ ഇത്രേ ഉള്ളൂ. നോക്കൂ, ഈ സർക്കിളിൻ്റെ പേര് നമുക്കറിയാം ഇ എന്നാണ്. അത് ഇവിടെ ഉണ്ട്, പേര് ഇവിടെ ഉണ്ട്, ഇ. ഈ സർക്കിളിൻ്റെ പേര് ഡി എന്നാണ്, ഡി. അത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇയും ഡിയും ഇൻ്റർസെക്റ്റ് ചെയ്ത ഭാഗമാണ് ഇത്. ഇവിടെ കളർ കൊടുക്കാൻ നോക്കൂ. ഇപ്പോൾ ഇയുടെയും ഡിയുടെയും ഇൻ്റർസെക്ഷൻ പോയിന്റ് ഇവിടെ ഉണ്ട്. കൂടാണ്ട് നോക്കൂ, ഇവിടെ രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അതൊന്ന് മാർക്ക് ചെയ്തേക്കാം. ഇൻ്റർസെക്ഷൻ കൊടുക്കുന്നു, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? ഇ ഡി എന്ന സർക്കിളുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് എഫ് ഉണ്ട് ഇവിടെ, പിന്നെ ഒരു കോമൺ പോയിന്റ് എയും. ഓക്കെ, ഇനി നോക്കിയാൽ കാണാം ഈ രണ്ടിൻ്റെയും ഏകദേശം സെൻട്രലായിട്ടാണ് ഈ പോയിന്റുകൾ വന്നത്. കണ്ടോ, സെൻട്രലോടാണ് പോകുന്നത്. എങ്കിൽ ഈ 3 പോയിന്റ് ഉപയോഗിച്ച് ഞാനിവിടെ എന്ത് ചെയ്യുന്നു? ഇത്രയും ഭാഗത്ത് ഒരു ആർക്ക് ഉണ്ടാക്കുന്നു. ശ്രദ്ധിക്കുക, ആർക്ക്. അപ്പോൾ നമ്മളിവിടെ ആർക്ക് ടൂൾ എടുക്കുന്നു, സർക്കുലർ ആർക്ക് എന്നീ ടൂൾ എടുക്കുന്നു. എന്നിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആദ്യം സെൻറ്റർ നോക്കൂ, നമ്മളുണ്ടാക്കുന്ന ആർക്ക് സെൻറ്റർ ബി ആയിട്ട് ഞാൻ എടുക്കുന്നു, ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് ഉണ്ടോ, ഇങ്ങനെ മൂവിക്കുമ്പോൾ ഒരു കട്ടി കൂടി വരുന്നതായി കാണുന്നുണ്ട്. നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ എച്ച് എന്നൊരു സർക്കുലർ ആർക്ക് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. അത് സെലക്ട് ചെയ്തപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്ത് ഇത്രയും ഭാഗം ഹൈലൈറ്റ് ചെയ്ത് വരുന്നുണ്ട്. എന്നിട്ട് ഇവിടെയുള്ള സ്റ്റൈൽ ബാർ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നോക്കൂ, ഈ ഭാഗത്ത് കളർ ഉണ്ടോ, സെറ്റ് കളർ, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു ബ്ലൂ എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ അതിൻ്റെ ഒപ്പാസിറ്റി 0 ആയതുകൊണ്ടാണ് ഒറ്റ ലൈൻ മാത്രം കാണുന്നത്. അതൊന്ന് കൂട്ടി വെക്കാം, ഉണ്ടോ, കംപ്ലീറ്റ് ആയി. ഓക്കെ, തൽക്കാലം ഞാനൊരു 60 നിർത്തുന്നു. 60 ഞാനൊരു 50 നിർത്തുന്നു. അതേപോലെ നോക്കൂ, ഇത് സെൻറ്റർ പോയിൻ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ആർക്ക് നിർമ്മിക്കും. അപ്പോൾ ഞാൻ ആർക്ക് ടൂൾ എടുക്കുന്നു, സർക്കുലർ ആർക്ക് ടൂൾ എടുക്കുന്നു. ഇത് സെൻറ്റർ പോയിൻ്റ് ആണ്. നോക്കൂ, ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇനി നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആട്ടോ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. നോക്കൂ, ഇവിടെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഇങ്ങനെ വരുന്നത് കാണാം. ഈ മൗസിൻ്റെ കൂടെ ക്ലിക്ക് ചെയ്തു. മൂവ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ആർക്ക് മാത്രം ക്ലിക്ക് ചെയ്യുന്നു. നേരത്തെ ചെയ്ത ബ്ലൂ കളറ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അത് ഏകദേശം നമ്മളൊരു 50 കൊണ്ട് വെച്ചിരുന്നു, അത് വെച്ചു. ഓക്കെ, ഇപ്പോൾ എന്തായി? ഇത് ഫില്ലായി. ആ ഇൻ്റർസെക്ഷൻ ഇതൊരു മെത്തഡാണ്, പല രീതിയും ചെയ്യാൻ. ഞാനിവിടെ ഒരു മെത്തഡ് ഉപയോഗിക്കുന്നു, വളരെ ഈസി ആയിട്ട് മെത്തഡ്. അതേപോലെ നോക്കൂ, ഈ ഒരു സർക്കിളും ഇൻ്റർസെക്റ്റ് ചെയ്താൽ ഇയും എഫും ഇൻ്റർസെക്റ്റ് ചെയ്താൽ ഈ ഒരു പോയിന്റ് നമുക്ക് ഉണ്ടാക്കാം. അവിടെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഇൻ്റർസെക്ഷൻ ടൂൾ എടുക്കുന്നു. എന്നിട്ട് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ ഒരു ആർക്ക് ഉണ്ടാക്കും, ഡി സെൻറ്ററായിട്ട്. പിന്നെ ഇവിടെ ഒരു ആർക്ക് ഉണ്ടാക്കും, സി സെൻറ്ററായിട്ട്. സർക്കുലർ ടൂൾ എടുക്കുന്നു. ഞാൻ ആദ്യം ഇവിടെ ആർക്ക് ഉണ്ടാക്കാം, സി ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ്, ഇങ്ങനെയല്ല തിരിച്ചിങ്ങനെ, ജി എന്നും എയിലേക്ക്. ഓക്കെ, പിന്നെ ഡി സെൻറ്ററാക്കി എടുക്കുന്നു. എന്നിട്ടോ എ ക്ലിക്ക് ചെയ്തിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നോക്കിയാൽ തന്നെ കാണാം, ഇവിടെ ഈ 2 ഭാഗവും നോക്കൂ, ഉണ്ടോ, കുറച്ച് ഡാർക്കൻ ചെയ്തിട്ട് കാണുന്നുണ്ട്. കൺട്രോൾ നെക്കി പിടിച്ച് രണ്ടും ഞാൻ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് അതിന് കളർ എന്ത് ചെയ്യാം, ഒരു കളർ കൊടുക്കാം. ജസ്റ്റ് നമുക്ക് ഒപ്പാസിറ്റി കൂട്ടാം, 50 വരെ കളർ മാറി. അപ്പോൾ ഒരേ സമയത്ത് തന്നെ നമുക്ക് ഒരേ സമയത്ത് രണ്ടും ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്ന, ഇവിടെ ഇൻ്റർസെക്ഷൻ പോയിന്റ്, ഇതൊക്കെ നമുക്ക് ഒറ്റയടിക്ക് ആദ്യം തന്നെ ചെയ്യാം. ഇവിടെ ഇൻ്റർസെക്ഷൻ പോയിന്റ് ഉണ്ടാക്കാം, ഇവിടെ ഉണ്ടാക്കാം, ഇതിന് ശേഷം ഇവിടെ ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്താൽ ആർക്ക് ഉണ്ടാക്കിയാൽ മതി. ഇനി ഞാൻ നോക്കൂ, ആർക്ക് ഉണ്ടാക്കുന്നു, ആർക്ക് ടൂൾ എടുക്കുന്നു. എന്നിട്ട് നമുക്ക് ഇവിടെയാണ് ആർക്ക് ഉണ്ടാക്കേണ്ടത്. സെൻറ്റർ പോയിൻ്റ് ആക്കി എടുത്തതിന് ശേഷം നോക്കണ്ടോ, ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇങ്ങോട്ടും വേണം,
ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ജസ്റ്റ് നേരെ ഓപ്പോസിറ്റ്. ഇനി ഇവിടെയും വേണം, നോക്കൂ, ഇത് സെൻറ്റർ പോയിൻ്റ് എടുക്കുന്നു ഇങ്ങോട്ട്, ഇനി ഇത് സെൻറ്റർ പോയിൻ്റ് ആക്കി എടുക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഒക്കെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പോൾ അവിടെ കുറച്ച് ഹൈലൈറ്റ് ആയി വന്നത് കാണാം. ക്ലിക്ക് ചെയ്യുമ്പോൾ വ്യക്തമാവും. കൺട്രോൾ നിൽക്കുന്നു, വീണ്ടും ക്ലിക്ക് ചെയ്യും. കളർ എടുക്കുന്നു, കളർ നമുക്കൊരു ഈ കളർ എടുക്കാം. ജസ്റ്റ് ഒരു 50% എവിടെയാണോ നമ്മൾ മറ്റേതൊക്കെ സെറ്റ് ചെയ്ത് തന്നെ സെറ്റ് ചെയ്യാം. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെയും ക്ലിക്ക് ചെയ്യും. കളർ നമുക്കൊരു പച്ച കൊടുക്കാം, 50-ൽ സെറ്റ് ചെയ്യാം. ഉണ്ടോ? ഇപ്പോൾ ഇൻ്റർസെക്ഷൻ പോയിന്റ് കിട്ടിക്കഴിഞ്ഞു. ഈ രീതി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതായത് നമ്മൾ ആർക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊന്ന് അതിന് സെൻറ്റർ പോയിന്റ് വേണം. ചിലപ്പോൾ സെൻറ്റർ പോയിന്റ് ഉണ്ടാവില്ല, അവിടെ കറക്റ്റ് ബിയും സി ഒക്കെ സെൻറ്റർ പോയിന്റ് വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെയും മിഡ് പോയിന്റ് അടിച്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, അത് അല്ലാത്ത രീതിയൊക്കെ നമുക്ക് ചെറുതും വലുതിലേക്ക് നീങ്ങിയാൽ പോരെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അവിടെ 4 കൊടുത്തു, നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കും.